മലയാളി പെണ്ണേ മലയാളി പെണ്ണേ നിന്റെ മുഖശ്രീലായിരം പൂവിരിയും സിന്ദൂര സൂര്യോദയം സൂര്യോദയങ്ങൾക്കു സിന്ദൂരം നൽകുന്ന പുലർക്കാലമാണു നീ അനുരാഗമേ പാദസരം കീലുങ്ങുന്ന പാദങ്ങളിൽ മെല്ലെ കീലുങ്ങുന്ന പദമാല നീയല്ലയോ എന്നനുരാഗമേ മലയാളി പെണ്ണേ നിന്റെ മുഖശ്രീലായിരം പൂവിരിയും സിന്ദൂര സൂര്യോദയം. ഗംഭീര പാട്ട്. യെസ്, ലോകമെമ്പാടുമുള്ള എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല സന്തോഷത്തിന്റെ വനിതാ ദിനം ആശംസിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്ന് മോർണിംഗ് വാക്ക് തുടങ്ങുന്നത്. അപ്പോൾ വനിതാ ദിനമല്ലേ, ഞാനൊന്ന് കുറച്ചു നേരം മിണ്ടായിരിക്കാൻ പോവാണ്. തുടങ്ങിക്കോളൂ വനിത. ആദ്യം ആശംസിക്കൂ. എന്താണ്? ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി വിമൻസ് ഡേ. ഹാപ്പി വിമൻസ് ഡേ. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ന് ലോകമെമ്പാടുമുള്ള ജനങ്ങൾ വനിതാ ദിനം ആഘോഷിക്കുകയാണ്. അതാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ അതിന്റെ കാരണത്തിലേക്ക് പോവുകയാണ്. 1908 ഫ്ലാഷ് ബാക്ക് ആണ്. ന്യൂയോർക്കിലെ ഒരു വസ്ത്ര വ്യാപാരശാലയിലെ വനിതകൾ കൂട്ടം കൂടി ഒരു പ്രതിഷേധം നടത്തുകയാണ്. അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുരുഷന്മാരോടൊപ്പം തന്നെ വേതനം, അതുപോലെ തന്നെ നേതൃസ്ഥാനത്തേക്ക് സ്ത്രീകളെയും പരിഗണിക്കുക, സ്ത്രീകൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം നൽകുക എന്നൊക്കെ അവരെ അടിച്ചമർത്തപ്പെട്ടിരുന്ന പൊളിറ്റിക്കൽ റൈറ്റ്, വോട്ടവകാശം നൽകുക. നമുക്കറിയാം, തെരഞ്ഞെടുപ്പുകളിലൊക്കെ മാറി നിന്ന് ഇതൊക്കെ കണ്ടിരുന്ന വനിതകളുടെ ഒരു കൂട്ടമുണ്ട്. അപ്പോൾ ആ ദിവസമാണ് പിന്നീട് വനിതാ ദിനമായി ആചരിക്കുന്നത്. അപ്പം ഇപ്പോഴാണെങ്കിലും നമുക്കറിയാം, പല കാര്യങ്ങളിലും ചിലപ്പോൾ ഇപ്പോൾ പ്രജിൻസി കണ്ണനെ പോലെ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിനെ പോലെ നമ്മളെ ഈ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ ഈ ക്യാമറയിലൊക്കെയുള്ള ഇവരെയൊക്കെ പോലെ നല്ലൊരു വിഭാഗം പുരുഷന്മാരുണ്ടെങ്കിലും ചിലർക്കിപ്പോഴും വനിതകൾ നേതൃസ്ഥാനത്തേക്ക് വരുന്നതോ അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ റൈറ്റ്സ് കൊടുക്കുന്നതോ തുല്യ വേതനം കൊടുക്കുന്നതോ ഒന്നും ഇഷ്ടമില്ലാത്തവരുമുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളവർക്ക് ഒരു അവബോധം നൽകുക, ഒപ്പം തന്നെ സ്ത്രീകളുടെ നേട്ടങ്ങൾ ആഘോഷിക്കുക എന്നതുകൂടിയാണ് വനിതാ ദിനത്തിന്റെ സന്തോഷം. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെയുള്ള ഒരു സ്ത്രീ ഒരു നേട്ടം ആഘോഷിക്കാൻ തിരുവനന്തപുരത്ത് പോയിരിക്കുകയാണ്. നമ്മുടെ സ്മിത ചേച്ചി അവാർഡ് ഏറ്റുവാങ്ങാൻ. ഈ പറഞ്ഞ പോയിന്റ് തന്നെ തുടങ്ങാം. നമുക്ക് പിന്നിൽ കാണാം പ്രേക്ഷകർക്ക് ഒരു വിഷയം. സെലിബ്രേറ്റിംഗ് വുമൻഹുഡ് എന്ന ടൈറ്റിൽ നമുക്ക് അറിയുന്ന പ്രേക്ഷകർക്ക് എല്ലാം അറിയുന്നത് പോലെ 24 ഫ്ലവേഴ്സും സംയുക്തമായി ഇന്ന് പിങ്ക് മിഡ് നൈറ്റ് മാരത്തൺ സംഘടിപ്പിക്കുകയാണ്. ആ വെന്യൂലാണ് നമ്മൾ ഇന്ന് മോർണിംഗ് വാക്കിനായി ഉള്ളത്. എല്ലാവർക്കും അറിയുന്നത് പോലെ കൊച്ചിയിലെ ദർബാർ ഹാൾ ഗ്രൗണ്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. എല്ലാ ഒരുക്കങ്ങളും ഇവിടെ പൂർത്തിയായി കൊണ്ടിരിക്കുകയാണ്. ഇനി മണിക്കൂറുകൾ മാത്രമാണ് ഈ മിഡ് നൈറ്റ് മാരത്തൺ ഉള്ളത്. രാത്രിയിലാണ്, പക്ഷേ ഒരു ഉച്ച കഴിഞ്ഞ് തന്നെ ഇതിന്റെ രജിസ്ട്രേഷൻ ഒക്കെ തുടങ്ങും. അപ്പോഴത്തേക്കും ആൾക്കാരൊക്കെ ഇവിടെ വന്നു തുടങ്ങും. അങ്ങനെ വലിയൊരു മേളമൊക്കെ ആവും. അങ്ങനെ വലിയ സെലിബ്രേഷനിലേക്ക് 24 ഫ്ലവേഴ്സും പോവുകയാണ്. നിങ്ങളിൽ എത്ര പേർ പങ്കെടുക്കാൻ എത്തുന്നുണ്ട് എന്ന് കമന്റ് ബോക്സിൽ അറിയിക്കുക. അതെ, 2500 പേര് ഇതിൽ പങ്കെടുക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പൊ തന്നെ രജിസ്ട്രേഷൻ ഒരുപാട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. സ്പോട്ട് രജിസ്ട്രേഷൻ ഉണ്ട്, പക്ഷെ അത് വളരെ പരിമിതമായിരിക്കും എന്നുകൂടെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. 5 കിലോമീറ്റർ ദൂരത്തിലാണ് ഈ പിങ്ക് മിഡ് നൈറ്റ് മാരത്തൺ നടക്കാൻ പോകുന്നത്. അപ്പോൾ ഓടാൻ പോകുന്നത്, നടക്കാനല്ല. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരെയും എന്താണ് ഒരു വനിതാ ദിന ആശംസകൾ പറഞ്ഞുകൊണ്ട് സ്വാഗതം ചെയ്യുകയാണ് മോർണിംഗ് വാക്കിൽ. ഒപ്പം തന്നെ ഈ പിങ്ക് മിഡ് നൈറ്റ് മാരത്തണിൽ പങ്കെടുക്കാൻ എല്ലാ പ്രിയപ്പെട്ട വനിതകളെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ബോർഡ് താഴെപ്പോഴാണ്. അപ്പോ ഒരിക്കൽ കൂടി വിഷയം കൊണ്ട് നമ്മൾ മോർണിംഗ് വാക്കിലേക്ക് കടക്കുന്നു. യെസ്, അപ്പോ മോർണിംഗ് വാക്കിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു. വൈകി വന്ന പ്രേക്ഷകരോടായി പറയുകയാണ്, നമ്മൾ ഇന്ന് മോർണിംഗ് വാക്കിനായുള്ളത് കൊച്ചി ദർബാർ ഹാൾ ഗ്രൗണ്ടിലാണ്. നമുക്ക് പിന്നിൽ കാണാം, ഇതാണ് ഇന്ന് 24 ഫ്ലവേഴ്സും സംയുക്തമായി സംഘടിപ്പിക്കുന്ന പിങ്ക് മിഡ് നൈറ്റ് മാരത്തന്റെ പ്രധാനപ്പെട്ട വേദി. ഈ വേദിയിലാണ് ഇതിന്റെ എന്താണ് പറയാ പ്രഖ്യാപനങ്ങളും ഒക്കെ തന്നെ ഉണ്ടാവുക. ഒപ്പം ഒരു സൂംബ ഒരു സെഷനൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ വളരെ രസകരമായിട്ടായിരിക്കും മുന്നോട്ട് കൊണ്ടുപോവുക. കഴിഞ്ഞ വർഷമൊക്കെ പങ്കെടുത്ത ആൾക്കാർക്ക് അറിയാം അതെങ്ങനെയാണ് ഇതിന്റെ രീതി എന്നുള്ളതൊക്കെ. അപ്പൊ ഇന്ന് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് നമ്മൾ, അല്ലെ? സമൂഹത്തിന്റെ നാനാ തുറകളിൽ നിന്നുള്ള സ്ത്രീകൾ, നമുക്കറിയാം ഓരോ വർഷവും വരുമ്പോൾ അധ്യാപകരും വിദ്യാർത്ഥികളും ജോലി ഉള്ളവരും ഇല്ലാത്തവരും പ്രായഭേദമന്യേ നിരവധി വനിതകൾ ഇവിടേക്ക് വരികയാണ്. അവർ ആഘോഷിക്കുകയാണ്. കെപി നമ്പൂതിരീസ് ആണ് ഇതിന്റെ പ്രായോജകർ. ഒപ്പം തന്നെ കേരള ടൂറിസം ഡിപ്പാർട്ട്മെന്റും നമ്മളോടൊപ്പം സഹകരിക്കുന്നുണ്ട്. അപ്പോ
നമ്മൾ വൈകിട്ട് ഓടാനൊരുങ്ങുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഓടാനൊരുങ്ങുകയാണ് 5 കിലോമീറ്റർ. യെസ്, അപ്പോൾ അതിൽ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പിന്നീട് വരാം. നമ്മൾ വാർത്തകളിലേക്ക് കടക്കുന്നു, ഒപ്പം നടക്കാനും തുടങ്ങുകയാണ്. ആദ്യ വാർത്ത നമുക്കൊന്ന് കൊല്ലത്തേക്ക് പോകണം. നമുക്കറിയുന്ന പോലെ CPM സംസ്ഥാന സമ്മേളനം അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ CPM സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച നവകേരള വികസന നയരേഖയിന്മേലുള്ള പൊതുചർച്ച ഇന്നാണ്. രാവിലെ 9:30 മുതൽ വൈകിട്ട് 5:30 വരെ നീളുന്നതാണ് ഈ ചർച്ച. വികസന പദ്ധതികളിൽ നിന്ന് യൂസർ ഫീ പിരിക്കാനും പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ പുനരുദ്ധീകരിക്കാനുള്ള നിർദ്ദേശങ്ങളോട് സമ്മേളനം എങ്ങനെ പ്രതികരിക്കും എന്ന് ഇന്നറിയാം. വിശദാംശങ്ങളുമായി നമ്മുടെ പൊളിറ്റിക്കൽ എഡിറ്റർ ശ്രീജിത്താണ് കൊല്ലത്ത് നിന്ന് ചേരുന്നത്. ശ്രീജിത്ത്, വെരി 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 ഗുഡ് മോർണിംഗ്. പാർട്ടി അതിന്റെ അടിസ്ഥാനപരമായ ചിന്താധാരകളിൽ നിന്ന് പോലും മാറാനുള്ള ഒരു സൂചനകൾ, അതിനായി ഒരു മാർഗരേഖ സമർപ്പിക്കുന്നു. പക്ഷേ ഇത് ചർച്ചയിൽ വരുമ്പോൾ മറ്റംഗങ്ങളൊക്കെ അത് ഏത് രീതിയിലാണ് അതിനെ കാണുന്നത്? ഇതിന്റെ മുന്നോട്ടുള്ള പോക്കെങ്ങനെയാകും? ഐകകണ്ഠേന ഈ മാറ്റത്തോടൊപ്പം ചേർന്ന് നിൽക്കാൻ അവർ തയ്യാറാകുമോ എന്നൊക്കെ നമുക്ക് അറിയാനാകുന്ന ദിവസങ്ങളാണ് വരുന്നത്. വിവരങ്ങൾ. ക്രിസ്റ്റീന, പ്രജിൻ, ഗുഡ് മോർണിംഗ്. നവകേരളത്തിൻ്റെ കുതിപ്പിനായുള്ള പുതുവഴികൾ എന്നാണ് ഈ രേഖയുടെ പേര്. രേഖ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് CPMൻ്റെ സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ചത്. ഈ രേഖയിന്മേലുള്ള 5 മണിക്കൂറിലേറെ നീളുന്ന പൊതുചർച്ചയാണ് രാവിലെ 9:30 മുതൽ ആരംഭിക്കാൻ പോകുന്നത്. ക്രിസ്റ്റീന സൂചിപ്പിച്ചതുപോലെ തന്നെ പാർട്ടിയുടെ അടിസ്ഥാന നയങ്ങളിൽ നിന്ന് മാറി നടന്നുകൊണ്ട് കേരളത്തിൻ്റെ വികസനവും ലക്ഷ്യമിട്ടുകൊണ്ടുള്ള നിക്ഷേപ പദ്ധതികൾ ആവിഷ്കരിക്കാനും പുതിയ വിഭവ സമാഹരണത്തിനുള്ള നീക്കങ്ങളുമാണ് ഈ രേഖ മുന്നോട്ട് വയ്ക്കുന്ന കാതലായ കാര്യങ്ങൾ. അതിലേറ്റവും പ്രധാനപ്പെട്ടത് വികസന പദ്ധതികളിൽ നിന്ന് സാമ്പത്തിക വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ യൂസർ ഫീയോ അല്ലെങ്കിൽ സെസ്സോ ഈടാക്കാനുള്ള നിർദ്ദേശമാണ്. അത്തരം ആലോചനകളിലേക്ക് നയിക്കുന്ന നിർദ്ദേശങ്ങൾ ഇതിലുണ്ട്. ഒപ്പം തന്നെ സംസ്ഥാനത്തെ ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പുനരുദ്ധാരണത്തിന് പൊതു സ്വകാര്യ പങ്കാളിത്തമാകാം. ഇനി പൊതു സ്വകാര്യ പങ്കാളിത്തം അല്ലെങ്കിൽ ആരെങ്കിലും താല്പര്യപൂർവ്വം ഏറ്റെടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ അവരുമായി കരാർ ഏർപ്പെട്ട് അവർക്ക് ഇതിൻ്റെ നടത്തിപ്പവകാശം കൈമാറാനുള്ള നിർദ്ദേശവും ഇതിലുണ്ട്. ഇതാണ് CPM ഇതുവരെ സ്വീകരിച്ചതിൽ നിന്ന് കാതലായ ഒരു വഴിമാറി നടക്കലായി നയംമാറ്റമായി ചൂണ്ടിക്കാണിക്കുന്നത്. സ്വാഭാവികമായും പ്രതിനിധികൾ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ഇതിൽ ആശങ്കകളും ഇതിൽ വിമർശനങ്ങൾക്കുമുള്ള സാധ്യതകളുണ്ട്. കാരണം പൊതുമേഖലാ സംരക്ഷണത്തിൻ്റെ എക്കാലവും ഒരു നയമായി സ്വീകരിച്ച പാർട്ടിയാണ് CPM. ഇന്നലെയും CPMൻ്റെ സംസ്ഥാന സമ്മേളനത്തിൽ പൊതുമേഖലയെ സംരക്ഷിക്കണം എന്നാവശ്യപ്പെടുന്ന ഒരു പ്രമേയം അവതരിപ്പിച്ച് പാസ്സാക്കിയിരുന്നു. അപ്പോൾ ഒരു വശത്ത് പൊതുമേഖലാ സംരക്ഷണവും മറുവശത്ത് പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ വികസിപ്പിക്കണമെന്ന നയരേഖയും വരുമ്പോൾ സ്വാഭാവികമായും ഇടതുപക്ഷ പ്രവർത്തകർക്ക്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകർക്ക് ഇക്കാര്യത്തിൽ വിമർശനമുണ്ടാകും. ആ വിമർശനങ്ങൾ ഇവിടെ അലയടിക്കും. എന്നാൽ മറ്റന്നാൾ രാവിലെയാണ് മുഖ്യമന്ത്രി ഈ ചർച്ചകൾക്ക് മറുപടി പറയാൻ പോകുന്നത്. ഇതോടുകൂടി ഈ രേഖ ഐകകണ്ഠേന അംഗീകരിക്കാനാണ് എല്ലാ സാധ്യതകളും. യെസ്, ശ്രീജിത്താണ് വിശദാംശങ്ങൾ നൽകിയത് കൊല്ലത്ത് നിന്നും. ഏറ്റവും നിർണായകമായ ചർച്ചകൾ ഇന്ന് നടക്കുന്നു, അതിന്റെ തുടക്കമാണെന്ന് പറയാം. ഇന്നങ്ങോട്ട് ഈ പറയുന്ന നയമാറ്റം അതെങ്ങനെയാണ്, അണികളൊക്കെ ഏത് രീതിയിൽ പ്രതികരിക്കുന്നു എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്. അതെ, 1800 അവസാനം രൂപീകരിക്കപ്പെട്ട, അതായത് അതിന്റെ ആശയധാര ഉണ്ടാകുന്ന അന്നാണല്ലോ. അന്ന് എന്തൊക്കെയാണോ അതിൽ തന്നെ പോകുന്നു എന്നൊരു വിമർശനം പാർട്ടിക്കെതിരെ ഉണ്ടായിരുന്നു. അപ്പോൾ കാലികമായ മാറ്റങ്ങൾ വേണം, കാലത്തിനൊത്ത് കോലം മാറണം എന്ന് പലരും പറയുമ്പോൾ അവരെയൊക്കെ മാറ്റി നിർത്തുന്ന ഒരു സമീപനമൊക്കെ ഇടക്കാലത്തുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ മാറി പാർട്ടി അത് സ്വീകരിക്കാൻ ഒരു തുറന്ന മനസ്സ് കാണിക്കുന്നു എന്നുള്ളത് സന്തോഷമുള്ള കാര്യമാണ്. പോസിറ്റീവാണ്. അതേസമയം മറുഭാഗത്ത് അതിന് വിമർശനവും ഉയരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ചർച്ച ഏറെ നിർണായകമാകുന്നത് ഈ വിഷയത്തിൽ എന്നുള്ളത് പറഞ്ഞത്. ഇനി നമുക്ക് അടുത്ത സ്റ്റോറിയിലേക്ക് പോവാം. അപ്പോൾ ഞാൻ വായിക്കണോ, ചേച്ചി വായിക്കണോ? കാരണം ഞങ്ങളുടെ ദിവസമായതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളൊക്കെ എല്ലാ ദിവസവും, എനിക്കറിയാം ഈ ഒരു ടീമിൽ നമ്മൾ വരുമ്പോൾ ഇപ്പൊ സ്മിത ചേച്ചിയോ പ്രഭുതയോ ഉള്ള ദിവസങ്ങളിലല്ലാതെ സ്ത്രീയായി ഞാൻ മാത്രമേ കാണൂ. പക്ഷെ നിങ്ങളുടെ ഒക്കെ ഒരു സഹകരണവും പിന്തുണയും വലുതാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഒരുപാട് നല്ല പുരുഷന്മാരുണ്ട്. അപ്പൊ ഈ വനിതാ ദിനത്തിൽ സ്ത്രീകളെ പിന്തുണയ്ക്കുന്ന എല്ലാ പുരുഷന്മാർക്കും ഞങ്ങളുടെ ഒരു ഹാർദവമായ നന്ദി പറഞ്ഞുകൊണ്ട് ശ്രീ പ്രജിൻ സി കണ്ണൻ സ്റ്റോറി വായിക്കാനുള്ള അവസരം നൽകുകയാണ്. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും പറയുന്നത് പോലെ ഇന്ന് അന്താരാഷ്ട്ര വനിതാ ദിനമാണ്. ലോകമെമ്പാടുമുള്ള സ്ത്രീകളുടെ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ നേട്ടങ്ങളെ ആദരിക്കുകയും സ്ത്രീകളുടെ തുല്യത ഉറപ്പുവരുത്തുകയുമാണ് ഈ ദിനാചരണത്തിന്റെ ലക്ഷ്യം. വിദ്യാഭ്യാസം, തൊഴിൽ, ഭരണ നേതൃത്വം തുടങ്ങിയ മേഖലകളിൽ ഇന്നും നിരവധി പ്രതിസന്ധികളാണ് സ്ത്രീകൾ നേരിടുന്നത്. ലിംഗവിവേചനം, വേതനത്തിലെ അസമത്വങ്ങളും വിഭവങ്ങളിലേക്കുള്ള പരിമിതമായ പ്രവേശനവും സ്ത്രീകളെക്കുറിച്ചുള്ള പരമ്പരാഗത സാമൂഹിക പ്രതീക്ഷകളുമെല്ലാം സ്ത്രീകളുടെ പുരോഗതിക്ക് വിഘാതമായി ഇന്നും തുടരുന്നു.
സ്ത്രീകളെ ശാക്തീകരിക്കുകയെന്നത് നീതിയുക്തമായ ഒരു സമീപനം മാത്രമല്ല, സാമ്പത്തിക വളർച്ചയ്ക്കും സാമൂഹിക സുസ്ഥിരതയ്ക്കും ആഗോള വികസനത്തിനുമെല്ലാം അനിവാര്യമായ കാര്യമാണത്. ലോകമെമ്പാടും സ്ത്രീകൾ നേരിടുന്ന വെല്ലുവിളികളും അസമത്വങ്ങളും തുറന്നുകാട്ടുകയും അതിജീവന പോരാട്ടത്തിൽ വിജയം കൈവരിച്ചവരെ ആദരിക്കുകയും ചെയ്യുന്ന ദിനമാണ് അന്താരാഷ്ട്ര വനിതാ ദിനം. തൊഴിൽ സമയം കുറയ്ക്കുക, വേതന വർധന, വോട്ടവകാശം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച 1908 ന്യൂയോർക്ക് നഗരഹൃദയത്തിലൂടെ വസ്ത്രനിർമ്മാണശാലയിലെ 15,000-ലധികം സ്ത്രീ തൊഴിലാളികൾ സംഘടിപ്പിച്ച ഒരു പ്രതിഷേധ പ്രകടനമാണ് പിന്നീട് അന്താരാഷ്ട്ര വനിതാ ദിനത്തിന് വഴിയൊരുക്കിയത്. സാമ്പത്തിക സ്വാതന്ത്ര്യം, ന്യായമായ വേതനം, നേതൃത്വപരമായ റോളുകൾ എന്നിവയിൽ സ്ത്രീകളെ പിന്തുണയ്ക്കുകയും ലിംഗപരമായ വിവേചനത്തിൽ നിന്നും സ്ത്രീകളെ മോചിപ്പിക്കുകയും ചെയ്യേണ്ടതിന്റെ ആവശ്യകതയാണ് ദിനം അടിവരയിടുന്നത്. ലിംഗസമത്വമുള്ള സമൂഹങ്ങൾ കൂടുതൽ സമ്പന്നവും സമാധാനപരവും നൂതനവുമാകുമെന്ന് ആർക്കാണ് അറിയാത്തത്? എല്ലാവർക്കും 24-ന്റെ വനിതാ ദിനാശംസകൾ. റിസർച്ച് ഡെസ്ക് 24. ഇനി നമ്മൾ വീണ്ടും പോകുന്നത് വനിതാ ദിനത്തോടനുബന്ധിച്ച് ഫ്ലവേഴ്സും 24-ഉം ചേർന്ന് നടത്തുന്ന പിങ്ക് മിഡ് നൈറ്റ് മാരത്തണിലേക്കാണ്. ഇത് ഇന്ന് കൊച്ചിയിൽ നടക്കുകയാണ്. യെസ്, വിവിധ മേഖലകളിൽ നിന്നായി നിരവധി പ്രമുഖർ ഈ മാരത്തണിന്റെ ഭാഗമാകുന്നുണ്ട്. അത് സംബന്ധിച്ച് ഒരു സ്പെഷ്യൽ റിപ്പോർട്ട് കാണാം. പെൺകരുത്തിന്റെ പ്രാധാന്യവും സ്ത്രീ സമത്വബോധവും ഊട്ടിയുറപ്പിക്കാനും വനിതകളുടെ സാമൂഹ്യ തുല്യതയ്ക്ക് ഊർജം പകരാനും ലോകമെമ്പാടും സംഘടിപ്പിക്കുന്ന അവബോധയജ്ഞത്തിൽ ഫ്ലവേഴ്സും 24-ഉം പങ്കുചേരുകയാണ്. ഇന്ന് നടക്കുന്ന പിങ്ക് മിഡ് നൈറ്റ് റൺ ചരിത്രത്തിന്റെ ഭാഗമാകും. രാത്രി 9-ന് കൊച്ചി ദർബാർ ഹാൾ ഗ്രൗണ്ടിൽ നടൻ ജയസൂര്യ ഫ്ലാഗ് ഓഫ് നിർവഹിക്കും. നമ്മളിത് 2023 തുടങ്ങിയത്, 3 വർഷമായി സ്റ്റാർട്ട് ചെയ്തിട്ട്. സ്ത്രീ ശാക്തീകരണം, അതുപോലെ തന്നെ ഒരു തുല്യനീതി, ഇതൊക്കെ ഉറപ്പുവരുത്താനും, അതുപോലെ തന്നെ ഇപ്പം ഈ ഒരു കാലഘട്ടത്തിൽ അറിയാലോ, മദ്യം, മയക്കുമരുന്ന്, അതിനപ്പുറത്ത് കൂട്ടക്കൊലകൾ, അപ്പോൾ ഇതിനൊക്കെ ശരിക്കും പറഞ്ഞാൽ സ്ത്രീകൾ തന്നെയാണ് അതൊക്കെ നിലയ്ക്ക് നിർത്താൻ മുന്നിട്ടിറങ്ങേണ്ടത്. ഇതൊരു സന്ദേശമാണ് ഫ്ലവേഴ്സും 24-ഉം. ഇങ്ങനെയുള്ള ഒരു വനിതാ ശാക്തീകരണം അല്ലെങ്കിൽ ഒരു മുന്നേറ്റ ഒരു റൺ, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ദർബാർ ഹാൾ മുതൽ 5 കിലോമീറ്റർ ദൂരത്തിലാണ് പിങ്ക് മിഡ് നൈറ്റ് റൺ സംഘടിപ്പിച്ചിരിക്കുന്നത്. 15 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ളവർക്കും 30 വയസ്സിന് മുകളിലുള്ളവർക്കുമായി 2 കാറ്റഗറികളിലാണ് മിഡ് നൈറ്റ് റൺ ഒരുക്കിയിരിക്കുന്നത്. ആകർഷകമായ സമ്മാനങ്ങളാണ് വിജയികളെ കാത്തിരിക്കുന്നത്. പിങ്ക് മിഡ് നൈറ്റ് റണ്ണിലൂടെ 2500-ലധികം വനിതകൾ ഓടിക്കയറുന്നത് കേരളത്തിന്റെ ചരിത്രത്തിലേക്ക് കൂടിയാണ്. കൊച്ചിയിൽ നിന്ന് AS അഭിജിത്തിനൊപ്പം അശ്വിൻ പാലാഴി, 24. യെസ്, അപ്പോൾ അതാണ് മിഡ് നൈറ്റ് മാരത്തൺ നടക്കുന്ന വേദിയിൽ നിന്ന് തന്നെയാണ് നമ്മളിപ്പോൾ മോർണിംഗ് വാക്ക് ചെയ്യുന്ന നേരത്തെ പറഞ്ഞത്. ഇപ്പോൾ നമുക്ക് ഈ പിന്നിൽ കാണുന്ന ഇതാണ് നമ്മുടെ രജിസ്ട്രേഷൻ കൗണ്ടേഴ്സ്. ഇവിടെ ഒന്ന് സ്പോട്ട് രജിസ്ട്രേഷൻ നടത്താം. അതോടൊപ്പം തന്നെ നേരത്തെ ഒരു ഉച്ച കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ആൾക്കാർ ഇങ്ങോട്ടേക്ക് എത്തിത്തുടങ്ങുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ വർഷത്തേക്ക് ഒരു അനുഭവം ഉള്ളതുകൊണ്ട് പറയുകയാണ്, ആ സമയത്ത് തന്നെ ആൾക്കാർ പല ഭാഗങ്ങളായി എത്തും. പല കാറ്റഗറികളിലായി ഇപ്പോൾ ആ റിപ്പോർട്ടിൽ പറഞ്ഞതുപോലെ മത്സരങ്ങളുണ്ട്. ഇവിടെ നിന്നാണ് തുടങ്ങുക. ഇവിടെ ചെറിയൊരു വാർമിംഗ് അപ്പ് സെഷനൊക്കെ ഉണ്ട്. അതിന് സൂംബ ട്രെയിനറൊക്കെ ഇവിടെ എത്തും. അങ്ങനെ ഒരു ആഘോഷമാക്കി മാറ്റാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഈ പലയിടങ്ങളിലായി നമുക്കൊക്കെ ഡ്യൂട്ടി ഉണ്ട്. പലയിടങ്ങളിലായി നമ്മളൊക്കെ ഇതിന്റെ സംഘാടകരായി ഉണ്ടാവും. ചേച്ചി ഉണ്ടല്ലോ അല്ലേ? അതെ, അതുകൊണ്ടാണല്ലോ പ്രമുഖർ പങ്കെടുക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്. അതെ അതെ, ശരി ശരി. നമ്മൾ അടുത്ത വാർത്തയിലേക്ക് പോകാം. ആ ഫ്ലോ അങ്ങ് പോയല്ലേ. അപ്പോൾ അടുത്തത് പിങ്ക് മിഡ് നൈറ്റ് റണ്ണിന്റെ ഭാഗമാകുന്ന എല്ലാവർക്കും ആശംസ നേർന്ന സംസ്ഥാന ടൂറിസം വകുപ്പ്. വനിതാ ദിനാഘോഷം പിങ്ക് മിഡ് നൈറ്റ് റണ്ണിലൂടെ അവിസ്മരണീയമാകുമെന്ന് ടൂറിസം വകുപ്പ് ജോയിന്റ് ഡയറക്ടർ രാജീവ് GL പറഞ്ഞു. 24-ഉം ഫ്ലവേഴ്സും ടൂറിസം വകുപ്പിന്റെ സഹകരണത്തോടെയാണ് പിങ്ക് മിഡ് നൈറ്റ് മാരത്തൺ സംഘടിപ്പിക്കുന്നത്. പിങ്ക് മിഡ് നൈറ്റ് റൺ ആഘോഷമാക്കാൻ എറണാകുളം ഒരുങ്ങുമ്പോൾ ടൂറിസം വകുപ്പും ആവേശത്തിലാണ്. 1000-ലധികം വനിതകൾ പങ്കെടുക്കുന്ന പരിപാടിയിൽ വലിയ പ്രതീക്ഷയാണ് ടൂറിസം വകുപ്പിന്. പങ്കെടുക്കുന്ന എല്ലാവർക്കും വനിതാ ദിനാശംസകളും നേരുകയാണ് ടൂറിസം വകുപ്പ്. ടൂറിസത്തിലെ എല്ലാ മേഖലകളിലും വനിതകളുടെ സാന്നിധ്യം നമുക്ക് വളരെ സജീവമായി ദൃശ്യമാണ്. അതോടൊപ്പം തന്നെ കേരളം ഒരു വനിതകൾക്ക് സന്ദർശിക്കാൻ ഏറ്റവും സേഫായ ഒരു ഡെസ്റ്റിനേഷനാണെന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ത്രീ സൗഹൃദ പദ്ധതിക്കും സംസ്ഥാന ടൂറിസം വകുപ്പ് തുടക്കം കുറിച്ചിട്ടുണ്ട്. ഇത്തരുണത്തിൽ 24 ന്യൂസ് ചാനലും ഫ്ലവേഴ്സ് ചാനലും സംയുക്തമായി കൊച്ചിയിൽ സംഘടിപ്പിക്കുന്ന പിങ്ക് മാരത്തോൺ എന്ന വനിതകളുടെ പരിപാടിക്ക് ടൂറിസം വകുപ്പിന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. 24-ഉം ഫ്ലവേഴ്സും ചേർന്ന് സംഘടിപ്പിക്കുന്ന പിങ്ക് മിഡ് നൈറ്റ് റണ്ണിൽ ടൂറിസം വകുപ്പിന്റെയും സഹകരണമുണ്ട്. ധാരാളം വനിതകൾ ഒറ്റയ്ക്കും കൂട്ടായും യാത്ര ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. പ്രത്യേകിച്ച് കോവിഡിന് ശേഷം
നമ്മുടെ ഒരു യാത്രയുടെ ഒരു സങ്കല്പം തന്നെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇത്തരം പരിപാടികളിലൂടെ നമ്മുടെ നാട് സുരക്ഷിതമാണെന്നും സ്ത്രീകൾക്ക് സഞ്ചരിക്കാനും യാത്ര ചെയ്യാനും വിനോദസഞ്ചാരത്തിനായിട്ട് എത്തിച്ചേരാവുന്ന സുരക്ഷിതമായ ഒരിടം ആണ് എന്നുള്ള സന്ദേശമാണ് നമുക്കിതിലൂടെ കൊടുക്കാൻ കഴിയുന്നത്. 15 മുതൽ 30 വയസ്സ് വരെയുള്ളവർക്കും 30 വയസ്സിന് മുകളിലുള്ളവർക്കും 2 കാറ്റഗറികളിലായാണ് മിഡ്നൈറ്റ് റൺ ഒരുക്കുന്നത്. 24 തിരുവനന്തപുരം. യെസ്, അപ്പോൾ നിങ്ങളെല്ലാം എത്തുമെന്ന പ്രതീക്ഷയാണ് നമുക്കുള്ളത്. എല്ലാവരും വൈകാതെ നേരത്തെ തന്നെ ഇവിടെ എത്തുക. നമ്മളൊക്കെ ഇവിടെ തന്നെ ഉണ്ടാകും, നമുക്ക് നേരിൽ കാണുകയും ചെയ്യാം. അപ്പോൾ പിങ്ക് മിഡ്നൈറ്റ് റൺ ഒരു വലിയ വിജയമാകാൻ നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുകയാണ്. അതെ, നമ്മൾ കഴിഞ്ഞ ദിവസം വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആ വാർത്തയുടെ അപ്ഡേറ്റിലേക്കാണ് പോകുന്നത്. മുംബൈയിൽ നിന്ന് പോലീസ് കണ്ടെത്തിയ പെൺകുട്ടികളെ ഇന്ന് ഉച്ചയോടെ മലപ്പുറം താനൂരിലെത്തിക്കും. കോടതിയിൽ ഹാജരാക്കിയ ശേഷം കുട്ടികളെ രക്ഷിതാക്കൾക്കൊപ്പം വിടും. വിദ്യാർത്ഥികൾക്ക് കൗൺസിലിംഗും രക്ഷിതാക്കൾക്ക് ബോധവൽക്കരണവും നൽകും എന്നുകൂടി അറിയുന്നുണ്ട്. സമീർ ബിൻ കരീമാണ് മലപ്പുറത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചെയ്യുന്നത്. സമീർ, അപ്പോൾ ഇന്ന് ഉച്ചയോടുകൂടി പെൺകുട്ടികൾ തിരികെ നാട്ടിലേക്ക് എത്തുകയാണ്. താനൂർ പോലീസ് അവരെ ഇന്നലെ അവിടെ നിന്ന് യാത്ര പുറപ്പെട്ടിരുന്നു. ട്രെയിനിലാണ് അവർ വരുന്നതെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ഇവിടെ എത്തിയ ശേഷമുള്ള നടപടിക്രമങ്ങൾ എന്താണ്? ഈ രക്ഷിതാക്കളുടെ ഇവരെ ഏൽപ്പിക്കണം, പക്ഷെ അതിനു മുമ്പ് കുട്ടികൾ തന്നെ പറഞ്ഞതാണ് വീട്ടിലൊക്കെ വലിയ പ്രശ്നമുണ്ട് എന്ന് കുട്ടികൾ തന്നെ പറയുന്ന ശബ്ദരേഖയും ഒക്കെ നമ്മൾ കേട്ടതാണ് വളരെ നേരത്തെ തന്നെ. അതുകൊണ്ട് അതിലെങ്ങനെയാണ് അധികൃതർ ഇടപെടുക? ഈ ബോധവൽക്കരണവും കൗൺസിലിംഗും ഒക്കെ എപ്പോഴാണ്, ഏത് രീതിയിലാണ്? പ്രജ്ഞൻ ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോട് കൂടെയാണ് കുട്ടികളുമായുള്ള പോലീസ് സംഘം ഈ താനൂരിൽ എത്തുക. ആദ്യം ഈ കുട്ടികളെ കോടതിയിൽ ഹാജരാക്കേണ്ടതുണ്ട്. അതിനുശേഷം ബന്ധുക്കൾക്കൊപ്പം വിടും. അതിന് മുൻപായിട്ടായിരിക്കും ഈ കൗൺസിലിംഗ് ഒക്കെ തന്നെ നടത്തുക. കുട്ടികൾക്കും സമാനമായ രീതിയിൽ ഈ മാതാപിതാക്കൾക്കും കൗൺസിലിംഗ് നൽകുമെന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ചില കുട്ടികൾ വീട്ടിൽ ചില പ്രയാസങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു. ഇത് കൂടി കണക്കിലെടുത്താണ് ഈ മാതാപിതാക്കൾക്ക് കൂടി കൗൺസിലിംഗ് നൽകാൻ ഈ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. അതേസമയം ഈ കുട്ടികൾക്കൊപ്പം യാത്ര ചെയ്ത യുവാവ് ഇന്ന് തന്നെ ഈ താനൂരിലെത്തും. ഉടൻ തന്നെ താനൂരിൽ എത്തിക്കഴിഞ്ഞാൽ ഈ പോലീസ് ഈ യുവാവിനെ വിശദമായി ചോദ്യം ചെയ്യാനാണ് നിലവിൽ തീരുമാനം. പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഏതൊക്കെ തരത്തിലാണ് യുവാവ് സഹായം നൽകിയതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് വിശദമായി തന്നെ പരിശോധിക്കും. ഇതിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അറസ്റ്റ് അടക്കമുള്ള നടപടിയിലേക്ക് കടക്കാനാണ് നിലവിൽ പോലീസിന്റെ തീരുമാനം. റജിൻ. സമീർ ബിൻ കരീമാണ് വിശദാംശങ്ങൾ നൽകുന്നത്. കുട്ടികൾ തിരികെ എത്തുന്നത് എന്ന് പറയുന്നത് ആശ്വാസമാണ്. മുംബൈയിലേക്ക് പുറപ്പെട്ടു പോയ കുട്ടികളാണ്. അപ്പോൾ അവർ തിരികെ എത്തുന്നു. പോലീസ് അവരെ കൃത്യസമയത്ത് ട്രാക്ക് ചെയ്ത് അതിൽ 24-നും ഒരു കൈ അല്ലേ, അതെ, പങ്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അതിന്റെ ഒരു സന്തോഷവും ആശ്വാസവും നമുക്കും ഉണ്ട് അല്ലെ. കുട്ടികൾ തിരികെ എത്തട്ടെ, അവർ വീട്ടിലേക്ക് പോട്ടെ. അവരുടെ രക്ഷിതാക്കളുമായി നന്നായി എന്താ പറയുന്നത്, നല്ല സന്തോഷത്തോടുകൂടെ കുടുംബവും ഇമ്പമുള്ളതെന്ന് പറയുന്ന കുടുംബമായി അവർ ജീവിക്കട്ടെ. അപ്പൊ ഞാൻ ആലോചിക്കുന്നത്, പ്രജിനൊക്കെ വീട്ടിൽ നിന്ന് തല്ലി കിട്ടിയിട്ടുണ്ടോ? എനിക്കാണെങ്കിൽ കിട്ടിയ അത്രയും അല്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. എന്നെയൊക്കെ കെട്ടിയിട്ടടിച്ചിട്ടുണ്ട്, നാക്കിൽ കാന്താരി അടച്ചിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും വീട് വിട്ടൊക്കെ പോകണം എന്ന് പറയുന്ന ഒരു തോന്നൽ ഉണ്ടായിട്ടില്ല. കാരണം നമ്മളോട് പറഞ്ഞു തരും കോക്കാച്ചിയുണ്ട്, അതുണ്ട്, പിള്ളേരെ പിടുത്തക്കാരുണ്ടെന്ന്. അപ്പൊ അന്ന് നമ്മൾക്ക് വീട് സുരക്ഷിതയിടവും പുറത്തുള്ള സ്ഥലങ്ങളൊക്കെ അല്പസ്വല്പം അപകടമുണ്ട്, ജാഗ്രത പറഞ്ഞില്ലേ. മാറ്റങ്ങൾ ഈ കാലം മാറി വന്നപ്പോഴുണ്ടായ പ്രശ്നങ്ങളൊക്കെയാണ്. എന്തായാലും അത് ഈ കുട്ടികൾ തിരികെ എത്തുന്നത് ആശ്വാസം തന്നെയാണ്. അപ്പോൾ വീട്ടിലേക്ക് പോയി വീട് പഴയതുപോലെ അവർ പ്രതീക്ഷിച്ചതുപോലെയായി മാറട്ടെ എന്നാണ് നമ്മൾക്കും. അതെ, അവരുടെ നാട്ടിലുള്ളവരും ബന്ധുക്കളും സുഹൃത്തുക്കളും ലോകമെമ്പാടുമുള്ളവരും ഒക്കെ ഇനി അതിൽ കാര്യമായ വിമർശനമൊന്നും നടത്താതെ അവർക്കൊപ്പം നിൽക്കുക. ഇനി നമ്മൾ ചോദ്യപേപ്പർ ചോർച്ചാ കേസിലേക്ക് പോയാൽ കൂടുതൽ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കാൻ ഒരുങ്ങുകയാണ് ക്രൈംബ്രാഞ്ച്. മുഖ്യപ്രതിയായ MS സൊല്യൂഷൻ CEO മുഹമ്മദ് ഷുഹൈബ് ഉൾപ്പെടെ അന്വേഷണവുമായി സഹകരിക്കാത്തതോടെയാണ് ഈ നീക്കം. പ്രതികളായ അധ്യാപകൻ ഫഹദിന്റെയും പ്യൂൺ അബ്ദുൽ നാസറിന്റെയും ഫോണിലെ വിവരങ്ങൾ റിക്കവർ ചെയ്തെടുക്കും. ഇതുവരും ഫോണിലെ ഡേറ്റകൾ ഫോർമാറ്റ് ചെയ്തതായാണ് കണ്ടെത്തിയിരിക്കുന്നത്. റിമാൻഡിൽ കഴിയുന്ന ഷുഹൈബിനായി തിങ്കളാഴ്ച അന്വേഷണ സംഘം കസ്റ്റഡി അപേക്ഷ നൽകും. യെസ്, നമ്മളിപ്പോൾ നമ്മുടെ ഇവിടുത്തെ ദർബാർ ഹാൾ ഗ്രൗണ്ടിൽ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത ഇവിടെയുള്ള ഈ പറയുന്ന ഒരു ചെസ് ബോർഡാണ്. ഇവിടുത്തെ കരിക്കുലുണ്ട്. പക്ഷെ ഇവിടെ അതിനു മുമ്പ് ചേച്ചി നമ്മള് കഴിഞ്ഞ തവണ കണ്ടതാണ് അല്ലേ? അപ്പൊ ഹാപ്പി വിമൻസ് ഡേ. വെരി ഗുഡ് മോർണിംഗ്, ഹാപ്പി വിമൻസ് ഡേ. അപ്പൊ അന്ന് ചുമ്മാ പറഞ്ഞല്ല, എല്ലാ ദിവസവും വന്ന് ഇവിടെ അല്ലേ എക്സസൈസ് ചെയ്യുന്നുണ്ട്? അതെ, എല്ലാ ദിവസവും വന്ന് ചെയ്യുന്നുണ്ട്. ഇന്ന് ഒറ്റയ്ക്കുള്ളൂ? ഫ്രണ്ട്സ് ഒക്കെ ചിലർ വരാനും ഉണ്ട്. ഷട്ടിൽ ടീമൊക്കെ ഉണ്ടോ? ഷട്ടിൽ ടീമിന്റെ ഒരാൾക്ക് ഇച്ചിരി ഡാമേജ് ആയിട്ട് ഇഞ്ചുറി പറ്റി. ഒരു സ്ഥലത്ത് പോയപ്പോൾ തെന്നി വീണിട്ട് അങ്ങനെ റിക്കവറിംഗ് സ്റ്റേജിലാണ്. മിക്കവാറും ഇന്ന് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇന്ന് വനിതാ ദിനമാണ്. അപ്പൊ എന്താണ് വനിതാ ദിനത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇന്നിപ്പോ നമ്മള് ഒരു 24 ഫ്ലവേഴ്സും സംയുക്തമായിട്ട് ഇവിടെ ഒരു പിങ്ക് മിഡ് നൈറ്റ് റണ്ണൊക്കെ നടക്കുന്നുണ്ട്. ഓടുന്നുണ്ടോ?
ഇന്ന് ഓടുന്നില്ല. എൻ്റെ മോനും വരുമെന്നേ. ആ അപ്പോൾ അത് കാരണം ഓടുന്നില്ല. വിമൻസ് ഡേ ഇപ്പോൾ എല്ലാം വിമൻസ് പവർഫുൾ ആവുകയാണ്. അതെ അതെ. എല്ലാ മേഖലയിലും പവർഫുൾ ആവുന്ന കാരണം അതൊരു നമുക്ക് അഭിമാനിക്കാവുന്ന സമയമല്ലേ. അതുപോലെ എല്ലാ മേഖലയിലും പഠിത്തത്തിലായാലും എല്ലാത്തിലും ലേഡീസ് പഴയതുപോലെ അല്ല, വീട്ടിൽ തന്നെ വർക്ക് ചെയ്യുന്നതല്ല, അവരിപ്പോൾ എല്ലാം മുമ്പോട്ട് വരുന്നുണ്ട്. ചേച്ചി നന്നായിട്ട് കിതക്കുന്നുണ്ട്. അത് കാരണം നേരത്തെ വന്ന് ഒരു മണിക്കൂറാവും തോന്നുന്നു അല്ലേ, ഇവിടെ എക്സസൈസ് ചെയ്യുന്നുണ്ട്. റിലാക്സ് സംസാരിച്ചാൽ മതി. ചേച്ചി ചോദിച്ചു. അപ്പോ ഇനി നമുക്ക് ചോദിക്കുന്നതിന് നല്ലത് വിമൻസ് ഡേ ആയിട്ട് ചേച്ചിക്ക് ഒരു കുഞ്ഞു ഗിഫ്റ്റ് കൊടുത്താലോ? അപ്പോ രണ്ടുപേർക്കും കൂടെ അപ്പൊ ഹാപ്പി വിമൻസ് ഡേ ഫ്രം 24. അപ്പൊ ഞങ്ങളെ ഓർക്കുക, 24 കാണുക. അതെ, ഞാൻ കാണാറുണ്ട്. താങ്ക് യു. നിങ്ങളുടെ പ്രോഗ്രാം ഭയങ്കരമായി. കഴിഞ്ഞ തവണ ചേച്ചിയുടെ മോഷ്ടിച്ചിട്ടാണ് ഞാൻ കൂടെ കളിച്ചത്. അതിനെന്താ സംശയം. അപ്പൊ ചേച്ചി ഓക്കെ, ബൈ. കാണാം ചേച്ചി. ഓക്കെ, ബൈ. ബൈ. യെസ്, അപ്പോൾ ഒരുപാട് പേര് ഇവിടെ ഉണ്ട്. നമ്മളെല്ലാവർക്കും എന്നും പറയുന്നത് പോലെ ഇവിടെ ഈ ദർബാർ ഹാൾ ഗ്രൗണ്ടിൽ എക്സസൈസിനും ഒക്കെ ജോഗിങ്ങിനും ഒക്കെ ആയിട്ട് എത്തുന്ന ഒരുപാട് പേരെ ഇവിടെ കാണാം. അപ്പം നമുക്ക് പ്രേക്ഷകരെ മറക്കാൻ പറ്റില്ല. പ്രേക്ഷകരുടെ കമന്റുകൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഒപ്പം തന്നെ മിജോ പറയുന്നു, നീതു ചെറിയ കാര്യങ്ങൾക്ക് വിഷമിക്കുന്ന ആളാണ്. ആരാ നീതുവിനെ കളിയാക്കി? പ്രജിൻ കളിയാക്കിയോ? ഞാൻ കളിയാക്കിയതായിട്ട് എനിക്കൊരു ഓർമ്മയില്ല. അപ്പോൾ കളിയാക്കിയത് കൊണ്ട് അതിന്റെ സങ്കടത്തിൽ 2-3 ദിവസം ഇനി കാണില്ല, സ്ഥിരം കാണുമായിരുന്നു എന്ന് പറഞ്ഞ് പുറത്തേക്ക് നടക്കാൻ പോയി. നല്ല കാര്യമല്ലേ, കളിയൊക്കെയാണ് നന്നാ അളക്കാൻ പോകുന്നത് നല്ലതാ. പക്ഷെ മോർണിംഗ് വാക്ക് കണ്ടോണ്ട് നടക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു ലക്ഷ്യം.